ഹായ് ഫ്രണ്ട്സ്, നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ അടുത്ത ബലോന വാഹനത്തിൻ്റെ റിവ്യൂവിനെ പറ്റിയാണ്. റിവ്യൂ പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട എനിക്കറിയാവുന്ന കാര്യങ്ങളും ഞാൻ പഠിച്ചു വെച്ച കാര്യങ്ങളാണ് നിങ്ങളോട് പറഞ്ഞത്. ഈ വാഹനം പുതിയതായിട്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്കും നിലയിൽ ഈ വാഹനമുള്ള ആൾക്കാർക്കും എത്ര കണ്ട് ഈ കാര്യങ്ങൾ അറിയാം എന്ന് നിങ്ങൾ കണ്ട് പറയുക. ഏറ്റവും നല്ലൊരു വാഹനം എന്ന സെഗ്മെൻറ്റിൽ വരുന്ന ഒരു നല്ല ഒരു ഹാഷ് ബാക്ക് പ്രീമിയം സെഡാൻ വണ്ടിയാണിത്. ഹാഷ് ബാക്ക് വണ്ടികളിൽ ഏറ്റവും കംഫർട്ടായിട്ടും ഏറ്റവും സ്പേസ് ഉള്ള വണ്ടിയും ഏറ്റവും സുന്ദരമായി യാത്ര ചെയ്യാൻ പറ്റിയ ഒരു വാഹനമാണ്. എന്നാൽ കുറേയേറെ മിസ്റ്റേക്കുകൾ ഇതിനുണ്ട്. അതെല്ലാം ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഗുണത്തോടൊപ്പം തന്നെ ദോഷങ്ങളുമുണ്ട്. ഈ വണ്ടിയിൽ നിന്ന് 4 വേരിയൻ്റായിട്ട് ഇറങ്ങുന്നുണ്ട്. സിഗ്മ, സീറ്റ, ആൽഫ, ഡെൽറ്റ എന്ന് പറയുന്ന വേരിയൻ്റാണ്. സിഗ്മയാണ് ബേസ് മോഡൽ വരുന്നത്. സിഗ്മയ്ക്ക് ശേഷം ഡെൽറ്റ വരുന്നു. ഡെൽറ്റയുടെ ഓട്ടോമാറ്റിക്കാണത്. ഡെൽറ്റയ്ക്ക് മുകളിൽ സീറ്റ വരുന്നുണ്ട്. സീറ്റയ്ക്ക് മുകളിലാണ് ആൽഫ വരുന്നത്. ആൽഫ ഏറ്റവും ടോപ്പ് എൻഡ് മോഡലാണ്. ആൽഫയ്ക്കകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. 360 ക്യാമറ ഉൾപ്പെടെയുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ആൽഫയ്ക്ക് വരുന്നുണ്ട്. ഇത് ഓട്ടോമാറ്റിക് ആയിട്ടൊരു വണ്ടിയാണ്. ഈ പറഞ്ഞ സെഗ്മെൻറ്റാണ്. ഡെൽറ്റയ്ക്കകത്ത് ഓട്ടോമാറ്റിക്കാണ്. എൻ്റെ വൈഫിന് വേണ്ടി എടുത്തുകൊണ്ടാണ് ഈ റേഞ്ചിൽ എടുക്കുന്നത്. നമ്മൾ വാഹനം എടുക്കുമ്പോൾ ഈ ഡെൽറ്റയുടെ ഈ ഓട്ടോമാറ്റിക് എടുക്കുന്നതിനേക്കാൾ നല്ലത് സീറ്റയുടെ വേർഷനിലോട്ട് പോകുന്നതാണ്. സീറ്റയുടെ വേർഷൻ്റെ അത് ഒരുപാട് കാര്യങ്ങൾ ഇൻബിൽറ്റാണ്. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം സീറ്റയ്ക്കകത്തുണ്ട്. അത് വിലഭാഗം വെച്ച് നോക്കുകയാണെങ്കിൽ വലിയ വില വ്യത്യാസമൊന്നുമില്ല. 75,000 രൂപയോളം മൊത്തം വ്യത്യാസം വരുന്നുള്ളൂ. ടോട്ടലായിട്ട് അവരുടെ ആക്സസറീസ് എല്ലാം കൂടി 75,000 രൂപയ്ക്കകത്തുള്ളൂ. അപ്പം ഡെൽറ്റയുടെ ഓട്ടോമാറ്റിക് എടുക്കുന്നുള്ളവരാണെങ്കിൽ ഓട്ടോമാറ്റിക് ഒഴിവാക്കിക്കൊണ്ട് സീറ്റയുടെ സെഗ്മെൻറ്റിലോട്ട് പോകുന്നതാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. കാരണം അതിന് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഇതിനകത്ത് നെഗറ്റീവായ കുറേ കാര്യങ്ങളുണ്ട്. പോസിറ്റീവ് പറയുന്നതോടുകൂടി നെഗറ്റീവും പറയണല്ലോ. എന്നാൽ നല്ല വണ്ടിയാണ്. ഏറ്റവും കൂടുതലും ആൾക്കാർ വാങ്ങിച്ചിട്ടുള്ള വണ്ടിയാണ്. ഏറ്റവും കൂടുതൽ കംഫർട്ടുള്ള വണ്ടിയാണ്. ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള വണ്ടിയാണ്. ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ സ്വിഫ്റ്റ് ആണെങ്കിലും വാഗണാർ ആണെങ്കിലും ഓൾട്ടോ ആണെങ്കിലും അതൊക്കെ വെച്ച് ബൂട്ട് സ്പേസിൻ്റെ കാര്യം പറയുകയാണെങ്കിലും വണ്ടിക്കകത്തെ സ്പേസ് പറഞ്ഞാലും ഒക്കെ വളരെയധികം അത്യാവശ്യം നല്ല വലിപ്പമുള്ള വണ്ടിയാണ്. ഒരു ഫാമിലിക്ക് നല്ല സുന്ദരമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഫീച്ചേഴ്സുകളുള്ള ഒരു വാഹനമാണ്. അതിനൊരു കാരണവശാലും കുറ്റം പറയാൻ പറ്റത്തില്ല. കൂടെ തന്നെ പറയേണ്ട ഒരു കാര്യമുണ്ട്. ഇവർ 23 മൈലേജ് പറയുന്നത്. മൈലേജ് ഒന്നും അത്രയൊന്നും കിട്ടത്തില്ല. അതിനെപ്പറ്റിയുള്ള തുടർന്നുള്ള കാര്യം ഞാൻ പറയാം. ആ പറയുന്ന കൂടെ തന്നെ നമുക്ക് വണ്ടിയുടെ ബൂട്ട് സ്പേസ് കാണാം. ബൂട്ട് സ്പേസ് നമ്മൾ വളരെ ജസ്റ്റ് ഒരു പ്രിന്റ് ഞെക്കിയാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് തുറക്കാൻ പൊക്കാനുള്ളതുകൊണ്ട് വളരെ സ്മൂത്തായിട്ട് പോകും. ഈ ബൂട്ട് സ്പേസ് പറയാതിരിക്കാൻ പറ്റത്തില്ല. അത്യാവശ്യം ഒരു ഫാമിലിക്ക് ഒരു ട്രിപ്പ് പോവുക കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒരു 4 പെട്ടി സുന്ദരമായിട്ട് വെക്കാം. അതിനുള്ള സ്പേസ് ഇതിൻ്റെ അകത്തുണ്ട്. നല്ലൊരു 4 വലിയ ബോക്സ് വെക്കാവുന്ന ഏരിയ ഉണ്ട്. അത് പ്രത്യേകിച്ച് ഈ പറഞ്ഞ വാഹനത്തിനകത്ത് ഒരു ഗുണഗണമായിട്ട്. അപ്പം സ്വിഫ്റ്റിനാണെങ്കിലും മറ്റു വാഗണറിനൊക്കെ ആണെങ്കിൽ ആ സ്പേസ് വളരെ കുറവാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ വണ്ടി വാങ്ങിച്ചപ്പോൾ നമ്മൾ എക്സ്ട്രാ ഫിറ്റ് ചെയ്തൊരു കാര്യമാണ് റിവേഴ്സിലേക്ക് ഒരു ക്യാമറയും ഫ്രണ്ടിലൊരു ക്യാമറയും. നിങ്ങളൊരു വാഹന പ്രേമിയാണ്, ഒരു വാഹനം വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ക്യാമറയുടെ കാര്യം നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങൾ വാഹനം വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വാഹനം ഇപ്പോൾ കയ്യിലുണ്ടെങ്കിലും 4,000 രൂപ തൊട്ട് 50,000 രൂപ വില വലിക്കുന്ന റെക്കോർഡിംഗ് ക്യാമറ ആണ്. അതുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വഴിയെ പോകുമ്പോൾ നമ്മളൊരു പോലീസ് മോശമായിട്ട് പിടിച്ചു, നമുക്ക് തെളിവായിട്ട് കാണിക്കാൻ റെക്കോർഡബിൾ ആയിട്ട് കാണും. അതുപോലെ തന്നെ നമുക്ക് വീണ്ടും പറയാൻ പറ്റിയെന്ന് നമ്മളൊരു ആക്സിഡന്റ് ഉണ്ടാകും. ആക്സിഡന്റ് ഉണ്ടാകുമ്പോൾ നമുക്ക് പല കാര്യം പറഞ്ഞാലും നമ്മുടെ ഭാഗം ശരിയാക്കി എടുക്കണമെങ്കിൽ ഒരു ക്യാമറ ഉണ്ടെങ്കിൽ നമുക്ക് റെക്കോർഡ് ചെയ്ത് കാണിക്കാൻ പറ്റും. അത് ഏറ്റവും നല്ലൊരു ഫീച്ചേഴ്സായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ നിങ്ങൾ എന്ത് ആക്സസറീസ് വാങ്ങിക്കാവുള്ളൂ. ആക്സസറീസിൻ്റെ അകത്ത് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന റെക്കോർഡിംഗ് ക്യാമറ ആയിരിക്കണം. അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നാളെ ഒരു ക്ലൈം വരുമ്പോഴോ നമ്മുടെ ഒരു ആക്സിഡന്റ് വരുമ്പോഴോ നമുക്കൊരു പെറ്റി വരുമ്പോഴോ ഒരു ചെല്ലാൻ വരുമ്പോഴോ നമ്മൾ ചെയ്യാത്ത കുറ്റമാണെങ്കിൽ അത് നമ്മുടെ മൊബൈൽ ഫോണിൽ പകർത്തിക്കൊണ്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഏത് ഉദ്യോഗസ്ഥൻ നമുക്ക് അവരോട് കാര്യം പറയാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഒരു ഫ്രണ്ടിലും വെച്ചിട്ടുണ്ട് ക്യാമറ ഉണ്ട്. ഈ ക്യാമറ ഈ റെക്കോർഡിംഗ് ക്യാമറ ആണ്. ഫ്രണ്ടിൽ നിന്ന് നല്ല ദൂരം, അതായത് നല്ല വൃത്തിയായിട്ട് റെക്കോർഡ് ചെയ്യുക. അത് പല വിലയുടെ ഉണ്ട് കേട്ടോ. ഞാൻ പറയാം നിങ്ങളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് എനിക്ക് തോന്നുന്നു കുറഞ്ഞ വിലയുടെ 4,000 രൂപ തൊട്ട് അങ്ങോട്ടുള്ള മുകളിലോട്ട് നല്ല പല വിലകളുണ്ട്. നിങ്ങൾ എന്തായാലും ഒരു വാഹനപ്രേമിയാണെങ്കിൽ വാഹനമുള്ളയാളാണെങ്കിൽ ഒരു ക്യാമറയുടെ കാര്യം മറക്കരുത്. അത് നിങ്ങൾക്ക് എപ്പോഴും ഗുണം ചെയ്യുള്ളൂ. അതാണ് ആദ്യത്തെ ഫീച്ചേഴ്സ്. പിന്നെ വണ്ടിയുടെ ടയർ സൈസ് വരുന്നത് 16 ഇഞ്ചാണ്. ഞാൻ ഈ ഡെൽറ്റയ്ക്കകത്താണെങ്കിൽ ഞാനിതിന് അലോയ് വീല് വേറെ കയറ്റിയതാണ്. അപ്പോൾ അതിന് നല്ല പൈസയായിട്ട് എനിക്ക് 33,000 രൂപ എങ്ങനെ കണ്ട് അതിന് വിലയായിട്ടുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ തൊട്ട് മോൾ സെഗ്മെൻറ്റിനകത്താണ് അലോയ് വീലൊക്കെ ഇൻബിൽട്ട് ആയിരുന്നു. അതൊക്കെ നമുക്ക് കിട്ടുന്നതായിരുന്നു. അത് അങ്ങനെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഇതിനെ സംഭവിച്ചിട്ടുണ്ട്. ഈ ആഡ് ഓൺ പാക്കേജ് ഇല്ല, നമ്മൾ ബേസ് മോഡൽ വാങ്ങിച്ചിട്ട് എക്സ്ട്രാ ഫിറ്റിംഗ്സ് ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ
സീറ്റയുടെ ആ വേർഷനോട്ട് പോകുന്നതായിരിക്കും ബെറ്റർ. സീറ്റയുടെ വേർഷൻ്റെ അകത്ത് വരുന്നതിൻ്റെ അകത്ത് ഫീച്ചേഴ്സിൽ പറയുമ്പോൾ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ സീറ്റയുടെ വേർഷൻ്റെ അകത്തും ഈ ഡെൽറ്റയുടെ വേർഷനകത്തും ഡെൽറ്റയുടെ ഞാനിപ്പം എയർ വെന്റ് വെച്ചിരിക്കുന്നത് ഈ പുറകിലോട്ടുള്ള AC ഇല്ല, അത് ഞാൻ എക്സ്ട്രാ ചെയ്തിരിക്കുന്നത്, അത് ഡമ്മി ആയിട്ടിരിക്കുന്നുള്ളൂ. എന്നാൽ സീറ്റയിൽ വരുമ്പോഴത്തേനും അതിന് പുറകോട്ടുള്ള സീറ്റിൽ നിൽക്കുന്നവർക്കും എയർ വെന്റ് ഉണ്ട്, നല്ല കാറ്റ് കിട്ടുന്ന ഫീച്ചേഴ്സൊക്കെ അവിടെ പുറകിലുണ്ട്. മറ്റേത് ഫ്രണ്ടിൽ നിന്നുള്ള കാറ്റ് മാത്രമേ ലഭിക്കുകയുള്ളൂ. അപ്പോൾ AC ആണെങ്കിൽ പോലും ബാക്കിലിരിക്കുന്ന ആൾക്കാർക്ക് കുറേ കാലം, ഇപ്പം പുതിയ വണ്ടിയാണ്ട് കുഴപ്പമില്ല. പിന്നെ എടുത്ത് പറയേണ്ട കാര്യം ഇതിൻ്റെ സീറ്റിംഗ് ആണ്. നല്ല സീറ്റ് കവർ വാങ്ങിച്ചിട്ടാണെങ്കിൽ പോലും നല്ല സൂപ്പർ സീറ്റാട്ടോ, നല്ല സ്പോഞ്ചിയാണ്, നല്ല സ്മൂത്ത്നെസ് ആണ്, നല്ല സ്പേസ് ഉണ്ട്. സ്പേഷ്യസ് ഇപ്പോൾ ഒരാൾക്ക് കയറി വാഹനത്തിൽ ഇരിക്കണമെങ്കിൽ എന്നെ പോലെ ഒരു 6 അടി അടുത്തോളം പൊക്കമുള്ള ആളാണ് ഞാൻ. വളരെ സിമ്പിളായിട്ട് വളരെ ഫ്രീ ആയിട്ട് കയറി ഇരിക്കാൻ പറ്റും. അത് നോക്കുക, ലെഗ് സ്പേസ് ആണെങ്കിൽ ഇഷ്ടംപോലെ ലെഗ് സ്പേസ് ഉണ്ട്. ബൂട്ട് സ്പേസ് നമ്മുടെ ഹൈറ്റ് നോക്കുകയാണെങ്കിൽ ബൂട്ട് സ്പേസ് ഒക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ നല്ല ഹൈറ്റ് ഉണ്ട്. വണ്ടിക്ക് ഒരു 6 അടിപ്പൊക്കെ ഉള്ളവർക്ക് വളരെ സിമ്പിൾ ആയിട്ടിരുന്ന് ഓടിക്കാൻ പറ്റുന്നേ ഉള്ളൂ. പോസിറ്റിലാണെങ്കിൽ നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് അകത്ത് വന്നിരിക്കുന്നത്. നല്ല ഫീച്ചേഴ്സാണ് അതിൻ്റെ എല്ലാം ഇന്റീരിയറിൽ വന്നിരിക്കുന്നത്. ഇതൊരു ബ്ലാക്ക് ആൻഡ് ബ്ലൂ ഡിസൈൻ ആണ് ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ബ്ലാക്ക് ആൻഡ് ബ്ലൂ ഡിസൈൻ എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയാണ്. ഇത് ഇഷ്ടപ്പെടുന്നവർക്ക്, ബ്ലാക്ക് ആൻഡ് ബ്ലൂവിനെ പറ്റി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ്. പ്ലാസ്റ്റിക് പറഞ്ഞ നല്ല ഫിനിഷിംഗ് ഉള്ള മെറ്റീരിയലാണ്. എന്തുകൊണ്ട് പിന്നെ ഒരു കമ്പനി വരുന്ന ഒരു സെറ്റ് ഉണ്ട്. ഈ സെറ്റ് ആണെങ്കിൽ ഒരു 7 ഇഞ്ചിന്റെ സെറ്റാണ്. അത്യാവശ്യം ഇത് ആൻഡ്രോയിഡ് ഫീച്ചേഴ്സ് ഇല്ല. ആൻഡ്രോയിഡ് നമുക്ക് ആഡ് ചെയ്യാം. ആഡ് ഓൺ ആളുടെ ബോക്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് നമുക്ക് ആഡ് ചെയ്യാം. നല്ല ക്ലാരിറ്റി ഉള്ള സെറ്റാണ്, പറയാതെ പറ്റത്തില്ല. നല്ല സൗണ്ട് ക്ലാരിറ്റിയാണ്. പിന്നീട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ AC നല്ല തണുപ്പ് വരുന്ന AC ആണ്. AC യെ പറ്റി പറയുകയാണെങ്കിൽ ACയുടെ എയർ ത്രോട്ട് ചെയ്യുന്നതിന് പിന്നെ ഇങ്ങനെ മുകളിലോട്ട് താഴോട്ടും പ്രസ് ചെയ്താൽ മതി. ഉണ്ടോ എയർ നല്ല പവറായിട്ട് എയർ വരുന്നുണ്ട്. അതുപോലെ കുറയ്ക്കണമെങ്കിൽ ഇവിടെ കുറയ്ക്കാം. അതുപോലെ തന്നെ എത്ര ടെമ്പറേച്ചർ മാറ്റണമെങ്കിൽ മുകളിലോട്ട് കൂട്ടാനും കുറയ്ക്കാനും ഉള്ള മാർഗങ്ങളുണ്ട്. അതൊക്കെ വളരെ നല്ല കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നത്. മാനുവലി നമ്മൾ ചെയ്യണമെന്നേ ഉള്ളൂ, ഒരു പ്രശ്നവുമില്ല. നല്ല ഭംഗിയായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. പിന്നെ ഒരു USB പോർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം നല്ലൊരു ഫോണോ മൊബൈലോ ഒക്കെ വെക്കാനുള്ള ഹോൾഡർ ഇവിടെ ഉണ്ട്. അത്യാവശ്യം ചെറിയ സാധനങ്ങളൊക്കെ വെക്കാം. അതുപോലെ USB ഒരു ചാർജിങ് പോർട്ട് വേറെയും കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ചാർജ് ചെയ്യണമെങ്കിൽ ഇതിനകത്ത് ചോർട്ട് വിടുക. അത് പുറകിലുമുണ്ട്, പുറകിലത്തെ സീറ്റിനും വെച്ചിട്ടുണ്ട്. വണ്ടിയുടെ അകംവശത്ത് നോക്കുകയാണെങ്കിൽ 4 ഡോറയിലും ഓരോ ലിറ്റർ വെള്ളം ബോട്ടിൽ വെക്കാനുള്ള രീതി ക്രമീകരിച്ചിട്ടുണ്ട്. അതൊരു നല്ല സൗകര്യമാണ്. അതിന്റെ കൂടെ കുറച്ച് സാധനങ്ങൾ ലഗേജ് വെക്കാനുള്ള സ്പേസ് ഉണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ആസ് യൂഷ്വൽ ഇത് അകംവശം നല്ല വൃത്തിയായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. എത്ര ഹൈറ്റ് ഉള്ളവർക്കും ഇരിക്കാം. അതുപോലെ ഈ സീറ്റ് ഞാൻ എൻ്റെ വൈഫിന് പൊക്കക്കുറവുള്ളത് കൊണ്ടാണ് ഈ സീറ്റ് ഞാൻ എക്സ്ട്രാ ചെയ്യിപ്പിച്ചാണ്. ഇതിന് തൊട്ട് മുകളിലുള്ള സിഗ്മയ്ക്ക് വരുമ്പോൾ ഈ ഓട്ടോ ഹൈറ്റ് ഉള്ള സീറ്റ് അതിന്റെ കൂടെ വരുന്നുണ്ട്. ഇത് ഓട്ടോ ഹൈറ്റ് ഉള്ള ഞാൻ എക്സ്ട്രാ ചെയ്യിപ്പിക്കേണ്ടി വന്നു. അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഇതിന് തൊട്ട് മുകളിലുള്ള വേരിയന്റോട് ഒരു പുതിയ വണ്ടി എടുക്കുന്ന ആൾക്കാർക്ക് ഗുണകരം. കാരണം അതിന് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഇത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിറ്റർ ആണ്. ന്യൂട്രൽ പൊസിഷനിൽ കിടക്കുന്നു. വേറെ ഒന്നും ചെയ്യാണ്ടില്ല. റിവേഴ്സ് ഇടുന്നത് വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ബ്രേക്ക് ഹോൾഡ് ചെയ്യുന്നു. റിവേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ റിവേഴ്സ് നമുക്ക് സ്ക്രീനിൽ തെളിഞ്ഞ് കാണുന്നതാണ്. റിവേഴ്സ് ക്യാമറ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത് കാണുന്നത്. അതുപോലെ ജസ്റ്റ് താഴോട്ടിട്ട് ന്യൂട്രൽ പൊസിഷനായി. ന്യൂട്രൽ പൊസിഷൻ തിരിച്ച് ഡ്രൈവിലോട്ട് നേരെ താഴോട്ട് കഴിഞ്ഞാൽ ഡ്രൈവായി. ഡ്രൈവിന്റെ അത് വരുമ്പോൾ തന്നെ ഫസ്റ്റ് ഗിയർ, സെക്കൻഡ് ഗിയർ, തേർഡ് ഗിയർ, ഫോർത്ത് ഗിയർ നമുക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. അതിനനുസരിച്ച് വീണ്ടും നമുക്ക് ഡ്രൈവ് മീറ്ററിനകത്ത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് മാനുവലായിട്ട് ഓടിക്കും. മാനുവലായിട്ട് ഈ ഓട്ടോമാറ്റിക് ഗിയർ സിസ്റ്റത്തിൽ ഓടിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. നമുക്കൊരു കംഫോർട്ടൊന്നും കിട്ടത്തില്ല മാനുവൽ. ഓരോ ഗിയർ മാറിക്കൊണ്ടിരിക്കുന്ന ഇതിൽ കാണാം. അത് സെക്കൻഡ്, തേർഡ്, ഫോർത്ത് എന്നുള്ളത് ഇങ്ങനെ കാണിക്കുന്നത് അതൊരു സുഖകരമായ യാത്രയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളത് യൂസ് ചെയ്യാം. എന്തായാലും അതിനുള്ള ഓപ്ഷൻ ഉണ്ട്, എടുത്തിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ ഹാൻഡ് റെസ്റ്റ് ഞാൻ എക്സ്ട്രാ ഫിറ്റ് ചെയ്താണ്. ഈ ഡെൽറ്റയ്ക്ക് അത് വരുന്നില്ല. അങ്ങനെ കുറെ കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ അതാണ്ട് ഒരു എന്റെ വണ്ടി ഇറങ്ങിയപ്പോൾ 9.25 ലക്ഷം രൂപ ആയി. എനിക്ക് തോന്നുന്നു 10 ലക്ഷം രൂപയ്ക്ക് ഇപ്പോൾ അതിന് മുകളിൽ ഇതെല്ലാം ഇൻബിൽട്ട് ആയിട്ട് കിട്ടും. അപ്പം നിങ്ങൾ പുതിയ വാഹനം എടുക്കുന്നവരാണെങ്കിൽ സീറ്റയാണ് എടുക്കേണ്ടത്. സിഗ്മ അല്ല, സിഗ്മ ബേസ് മോഡലാണ്. സീറ്റയാണ് എടുക്കേണ്ടത്. സീറ്റയ്ക്കകത്താണ് ഈ പറഞ്ഞ എല്ലാ ഫീച്ചേഴ്സും വന്നത്. വീണ്ടും ഒന്നുകൂടെ പറയുന്നത് സീറ്റയാണ് കേട്ടോ, സിഗ്മ അല്ല, സീറ്റയാണ്. സീറ്റ എന്ന് പറഞ്ഞാൽ 4 വേരിയന്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനകത്ത് സീറ്റ 3ാമത്തെ വേരിയന്റ്, ആൽഫ ടോപ്പ് വേരിയന്റ്. ഇത് ഡെൽറ്റ ആണ്. സിഗ്മ ഏറ്റവും ബേസ് മോഡലാണ്. അപ്പം നമ്മൾ സീറ്റയെ പറ്റിയാണ് പറഞ്ഞിട്ടുണ്ട്. സീറ്റ നിങ്ങൾ മാക്സിമം ചൂസ് ചെയ്യുക ഈ വാഹന സെഗ്മെന്റിന്റെ അകത്ത്. പിന്നെ ഇതിനകത്ത് സ്പേസുകൾ സ്പീഷ്യസ് ആണ്, വളരെ നല്ല മനോഹരമായിട്ട്. ഇതൊരു കോസീറ്റിന്റെ അവിടെ ഒരു മിറർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പ്ലാസ്റ്റിക് ഒന്നും ഊരിക്കണമെന്നില്ല, മലയാളിയുടെ കൺസെപ്റ്റ് കളയാതെ വെച്ചിരിക്കുന്നതാണ്. ഇപ്പം നമ്മൾ വലിയ കാര്യമായിട്ട് കിലോമീറ്റർ ഓടിയിട്ടില്ല, അതാണ് മെയിൻ കാര്യം. ഒരു ലൈറ്റിന്റെ സ്വിച്ച് ഉണ്ട്, വളരെ സിമ്പിൾ ആണ് സ്വിച്ച് സിസ്റ്റം ഒക്കെ.
പിന്നെ ഒരു നമ്മൾ മൈക്കിൻ്റെ റെക്കോർഡിംഗ് മൈക്കിൻ്റെ നമ്മൾ ഫോണിൽ സംസാരിക്കുകയാണെങ്കിൽ അത് കേൾക്കാനുള്ള മൈക്ക് സിസ്റ്റം ഉണ്ട്. പിന്നെ ഈ ഫ്രണ്ടിൽ ഇവിടെ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു വെച്ചിരുന്നാൽ പോലും ഇതിനകത്ത് മിററൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഒരു സാധാരണ നല്ലൊരു കുടുംബത്തിന് പോകാൻ പറ്റുന്ന എല്ലാ ഫീച്ചേഴ്സും ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് ഈ വാഹനത്തിൻ്റെ അകത്ത്. നല്ല സ്പേസ് ആണ്, അതാണ് ലെഗ് സ്പേസ്. അതായത് എത്ര ഒരു 6 അടിക്കാർക്കും സുന്ദരമായിട്ടിരുന്ന് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ അകത്തെ സ്പേസ്. പുറകിൽ നമ്മൾ സീറ്റിനോട് ചേർന്ന് 3 പേർക്ക് ബൈക്ക് സ്പേസിലാണെങ്കിൽ നോക്കുക, നല്ല നല്ല സുന്ദരമായ സീറ്റിംഗ് ആണ്, നല്ല കംഫോർട്ടാണ്, നല്ല കുഷനിങ് ആണ്. ഈ സീറ്റ് എക്സ്ട്രാ കവർ ഇട്ടിട്ടേ ഉള്ളൂ, ബാക്കി എൻ്റെ കുഷനിങ് ഒക്കെ കമ്പനി വന്നത് തന്നെയാണ്. 3 പേർക്ക് സുന്ദരമായിട്ട് യാത്ര ചെയ്യാം. അതുകൊണ്ടോ എൻ്റെ കാലിൻ്റെ സ്പേസ് മുട്ട് നോക്കി ഇത്ര ഇതിന് ഈ ബൂട്ട് റൂം നോക്കി എന്ന് പറഞ്ഞാൽ നന്നായിട്ടുണ്ട്. ഹെഡ് റൂം നോക്കി, ഹെഡ് റൂമിൻ്റെ അകത്താണെങ്കിൽ ഈ ഇരിക്കുന്ന എനിക്ക് ഞാൻ പറഞ്ഞല്ലോ നല്ല ഹൈറ്റ് ഉള്ള ആളാണ്, എനിക്ക് ഇത്രയും സ്പേസിൻ്റെ അകത്തുണ്ട്. അതുപോലെ കുഷനിങ് വളരെ സ്മൂത്ത് ആണ്. ഇതിനകത്ത് ഒരു കുഞ്ഞ് നെഗറ്റീവ് ഞാൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിലവിൽ ഈ 3 പേർക്ക് ഇരിക്കുകയാണെങ്കിൽ ഈ സെൻട്രൽ പോർഷനിൽ വന്നിരിക്കുന്ന ആൾക്ക് ഇപ്പോൾ വലിയ ലോങ് ട്രിപ്പ് പോകണം, അത്യാവശ്യം ഒരു വലിയ ആളാണെങ്കിൽ സെൻട്രൽ പോർഷനിൽ ഒരു നൂറന്നിരിക്കുന്ന ഫീലുണ്ട്. അങ്ങനെയുണ്ട് കേട്ടോ. ബാക്കി 2 സൈഡിലിരിക്കുന്ന ആൾക്കാർക്ക് ചാഞ്ഞിരിക്കാൻ തോന്നുന്നുണ്ടോ. വേറെ സെറ്റിംഗ് ഒന്നും വന്നിട്ടില്ലെങ്കിലും ആ സീറ്റിന്റെ രീതിക്ക് അങ്ങനെയുണ്ട്. അതൊരു നെഗറ്റീവ്. അതുപോലെ ഇതിനകത്ത് ബാഗിനകത്തൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇവിടെ ഫോണും കാര്യങ്ങളൊക്കെ വെക്കാം, നമ്മുടെ അത്യാവശ്യ സാധനങ്ങളൊക്കെ. ഇവിടെയും വേണമെങ്കിൽ ഒരു ഫോൺ വെക്കാം. ഇവിടെ ഒരു ചാർജിങ് യൂണിറ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ അകത്ത് അത്യാവശ്യം നല്ലൊരു ലൈറ്റിങ്ങും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഡോർ ലൈറ്റിംഗ് ഉണ്ട്. പിന്നെ മിറർ, ഈ പറഞ്ഞ ബാക്കിലോട്ട് നോക്കാനുള്ള മിറർ നൈറ്റ് ഡ്രൈവിൻ്റെ അകത്ത് ഓടിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് പൊക്കി കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ നമുക്ക് ഗ്ലേഡ് അടിക്കുകയല്ല. പുറകിൽ നിന്ന് വരുന്ന വാഹനത്തിൻ്റെ ലൈറ്റിങ് നമുക്ക് വളരെ കുറവായിരിക്കും. ഈ ഒരു നല്ല ഒരു 5 പേർക്ക് സുന്ദരമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും, നല്ല ഏരിയ ഉള്ള, നല്ല എല്ലാം കൊണ്ടും വൃത്തിയായിട്ടൊരു വാഹനമാണ് നമ്മുടെ ബൊലേനോ. ഈ ബൊലേനോ തന്നെ ടൊയോട്ടയ്ക്ക് ഈ സെയിം വണ്ടി കൊടുക്കുന്നത് ഗ്ലാൻസ എന്ന പേരിലാണ്. അതിൻ്റെ എംബ്ലം മാത്രമേ വ്യത്യാസമുള്ളൂ. ടൊയോട്ടയുടെ എംബ്ലം വെച്ചിട്ടുണ്ട്, ഇത് മാരുതിയുടെ എംബ്ലം വെച്ചെന്നല്ല. ഈ വണ്ടിക്ക് അത് യാതൊരു രീതി വ്യത്യാസമില്ല. എന്നാൽ സാമ്പത്തികം വെച്ച് നോക്കുന്ന ആൾക്കാർക്ക് ഒരു 10,000-50,000 40,000 രൂപയോളം വില കൂടുതലുണ്ട് കേട്ടോ ടൊയോട്ടയ്ക്ക്. ഇതിന് മാരുതിക്ക് ആ വില അവരുടെ ഓൺ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് അവർ ആ വില കുറച്ചാണ് വിൽക്കുന്നത്. നിങ്ങൾക്ക് ഇനി ടൊയോട്ടയുടെ വണ്ടി ഗ്ലാൻസ എടുക്കണമെങ്കിൽ ഗ്ലാൻസ എടുക്കാം. ഗ്ലാൻസയുടെ വേരിയന്റ് അതിനകത്തുണ്ട്. അതല്ല, ഇതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നെങ്കിൽ ഈ വാഹനം തന്നെ ചൂസ് ചെയ്യാം. ഈ വാഹനം ചൂസ് ചെയ്യുമ്പോൾ ഞാൻ വീണ്ടും മുമ്പേ പറഞ്ഞത് ഒരു കാര്യം പറയുകയാണ്. ഇതിനകത്ത് കുറെ ഡ്രോബാക്ക് ഉണ്ട്, അത് ഞാൻ നിങ്ങളോട് വിശദമായിട്ട് പറയുന്നതാണ്. അത് നിങ്ങൾ അതുകൂടെ കേൾക്കേണ്ടതാണ്. എടുക്കുന്ന ആൾക്കാർക്ക് ഗുണം മാത്രം കേട്ടാൽ പോലും ദോഷവശമുണ്ട് പറഞ്ഞുതരാം. ഈ വാഹനത്തിന് പൊതുവേ ഒരു ഫീച്ചേഴ്സ് എന്ന് പറയാനാണെങ്കിൽ, നമ്മളൊരു ബ്ലോക്കിൽ പെട്ടു, ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടൗണിലെ ഒരു ബ്ലോക്കിൽ വന്നാൽ നമുക്ക് ഈ ഓട്ടോ ഓഫ് എന്നുള്ള ഒരു ഓപ്ഷൻ സ്വിച്ച് ഉണ്ട്. ഇത് നോക്കാം, ഇത് ഓൺ ആക്കിയിട്ട് നമുക്ക് മീറ്റർ കൺസോളിൽ തന്നെ കാണാൻ പറ്റും എ ഓഫ് എന്ന്. അത് അങ്ങനെ ചെയ്തിട്ട് ഓൺ ആയിടുകയാണെങ്കിൽ നമ്മൾ വണ്ടി ഓട്ടോമാറ്റിക് എഞ്ചിൻ കട്ട് ഓഫ് ആയി കിടക്കും. വീണ്ടും നമ്മൾ വണ്ടി അവിടെ നിന്ന് മൂവ് ചെയ്യുന്ന സമയത്ത് ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്തു പോകും. അപ്പോൾ നമുക്ക് ഫ്യൂവൽ എഫിഷ്യൻസി കൂട്ടാനും നമുക്ക് അതുപോലെ മൈലേജ് കൂട്ടാനും ഒക്കെ അത് ഗുണകരമായി തീരും. അതൊരു പ്രത്യേക ഫീച്ചർ. ആദ്യമേ ഓടിക്കുന്ന ശകല ലാഗ് പോലെ തോന്നിക്കാം. അതുകൊണ്ട് അത് ഓഫ് ചെയ്തിട്ട് ഓടിക്കണം, ഓഫ് ചെയ്തിട്ട് ഓണായിട്ട് ഓടിക്കാം. മെയിനായിട്ട് മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഈ ഓട്ടോമാറ്റിക് ഗിയർ സിസ്റ്റം ഉള്ള വാഹനത്തിന് ഈ പറഞ്ഞ സെഗ്മെന്റ് അത് ചെറിയ എഞ്ചിൻ ആയതുകൊണ്ട് 1200 ലിറ്റർ എഞ്ചിൻ കപ്പാസിറ്റിയുള്ള എഞ്ചിൻ ആയതുകൊണ്ട് ഇതിന് സഡൻ ഒരു പിക്കപ്പ് ഫീലിംഗ് ഉണ്ട് കേട്ടോ. അത് പറയാൻ പറ്റത്തില്ല. വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ ഇതിന് സഡൻ പിക്കപ്പ് ഫീൽ ഉണ്ട്. നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ നേരത്തൊന്നും ഈ പറഞ്ഞ ഉദ്ദേശത്തിൽ ഓവർടേക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഒന്ന് വണ്ടി പമ്മിയിട്ട്, അതായത് നമ്മൾ വണ്ടി താന്നിട്ടാണ് ആക്സിലറേഷനിലോട്ട് പോകുന്നത്. അത് ഈ വണ്ടിയുടെ എഞ്ചിൻ കപ്പാസിറ്റി കൊണ്ടാണ്, അത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിറ്ററിന്റെ പ്രോബ്ലം കൊണ്ടുമാണ്. അതൊന്നും നേരത്തെ മനസ്സിലാക്കി വെക്കണം. നമുക്ക് മാനുവൽ മാനുവലിന്റെ ഈ വണ്ടിക്ക് ഒരു കുഴപ്പമില്ല. ഓട്ടോമാറ്റിക് ഓടിക്കുമ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ എവിടെയെങ്കിലും ഓവർടേക്ക് ഭയങ്കര സ്പീഡിൽ ഓവർടേക്ക് ചെയ്താന്ന് വെച്ചാൽ ഒന്ന് മടിച്ചിട്ടാണ് വണ്ടി പിന്നെ തിരിച്ച് കുതിച്ച് കയറുന്നത്. കയറാഴുകി ഇരിക്കത്തില്ല, പക്ഷെ നമ്മളൊന്ന് മനസ്സിലാക്കണം, വണ്ടിക്കകത്തിരിക്കുന്ന യാത്രക്കാർക്കും അല്ലെങ്കിൽ ഭ്രാന്തമായിട്ട് വണ്ടി ഓടിക്കാൻ ഒരു കൊതിയുള്ള ആൾക്കാർക്കൊക്കെ ശകലം ഒരു നെഗറ്റീവായിട്ട് ഇത് തോന്നാം. എന്നിരുന്നാലും ഈ സെഗ്മെന്റിനകത്ത് അത്യാവശ്യം എല്ലാ പെർഫോമൻസ് ഈ വണ്ടിക്കും ഉണ്ട്. ഈ ഒരു ഡ്രോബാക്ക് ഉണ്ട്. ഈ ഡ്രോബാക്കിനകത്ത് മെയിൻ ആയിട്ടൊരു ഏറ്റവും വലിയ ഇവർ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യമാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. അത് പലരോടും ഞാൻ ചോദിക്കുകയും പല കമ്പനിയുടെ ആൾക്കാരോട് ചോദിക്കുമ്പോഴൊക്കെ ഈ പ്രോബ്ലം ഉണ്ട്. അത് ഈ വണ്ടിയുടെ സെഗ്മെന്റിനകത്ത്, ബൊലേനോയുടെ വണ്ടിയുടെ സെഗ്മെന്റിനകത്താണ് മെയിനായിട്ട് ഫീൽ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഫോഗ് വരിക എന്നൊരു ഇഷ്യൂ. നമ്മുടെ മെയിൻ ഗ്ലാസിൻ്റെ അകത്ത് താഴെയിൽ നിന്ന് ഫോഗ് വരുന്നത് ഒരു പ്രശ്നമാണ്. മഴ വരുമ്പോഴും തണുപ്പുള്ള സ്ഥലങ്ങളിൽ വരുമ്പോഴും അല്ലാതെ തന്നെ നോർമലിലാണെങ്കിലും ഗ്ലാസ്സിലോട്ട് ഫോഗ് ഫുള്ളായി മാറുക, അത് പിന്നെ പോകാതിരിക്കുക, അത് നമുക്കൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അതിനൊരു സൊല്യൂഷൻ ഞാൻ നോക്കിയിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ വളരെ
വളരെ കാഷ്വലായിട്ട് പല കാര്യങ്ങൾ ചെയ്തിട്ടൊന്നും മാറിയില്ല. പിന്നെ കമ്പനി പോയി അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ ഈ ഫ്രണ്ടിലോട്ടുള്ള ഈ വെന്റ് ഫുള്ളായിട്ട് ഓപ്പൺ ആക്കുക, നമ്മുടെ ശരിക്കും ടെമ്പറേച്ചർ 25 കൊണ്ടുപോയി വെക്കുക, AC ഓണായി തന്നെ കിടക്കണം, അതിന് ഹീറ്റർ ഇട്ട് കൊടുക്കുക. ഹീറ്റർ ഇട്ട് കൊടുത്ത് 1 മിനിറ്റ് ടൈം നമ്മളത് ആ സമയം ആ ഗ്ലാസ്സിലോട്ട് തന്നെ കൊടുക്കണം. കൊടുത്തു കഴിഞ്ഞാലും അവർ പറഞ്ഞ കാര്യത്തിന് അത് ശാശ്വത പരിഹാരമല്ല. ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ വാഹനം ഓടിക്കഴിയുമ്പോൾ വീണ്ടും ഈ സെയിം ഇഷ്യൂ വരാം. അപ്പോൾ അതൊരു ഈ സെഗ്മെന്റിലുള്ള വണ്ടിയുടെ നെഗറ്റീവാണ്. അതായത് നമ്മളൊരു തണുപ്പുള്ള സ്ഥലത്തോ അല്ലെങ്കിൽ മഴയുള്ള സമയത്തൊക്കെ ഓടിക്കുമ്പോൾ അതൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് നമുക്ക് ടെമ്പറേച്ചറുമായിട്ട് സെയിം ആകാതിരിക്കുന്ന ഒരു വലിയ ഒരു പ്രശ്നമായിട്ട് തന്നെ അതുണ്ട്. അത് നമുക്ക് ആക്ച്വലി മനസ്സുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാകും. കാരണം എൻ്റെ വണ്ടിയുടെ എന്നല്ല, ഈ സെഗ്മെന്റിലുള്ള ഈ ബൊലോനോയുടെ എല്ലാ വണ്ടിക്കും അല്ലെങ്കിൽ ഗ്ലാൻസയ്ക്കും എല്ലാം ഈ പ്രോബ്ലം ഉണ്ട്. രണ്ടാമത്തെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മുടെ വിൻഡോ ഗ്ലാസിൻ്റെയാണ്. വിൻഡോ ഗ്ലാസ്സിൽ നമുക്ക് വെള്ളം നമ്മളിപ്പോൾ വെള്ളം പിടിച്ചിരിക്കുമെന്ന് വിചാരിക്കുക. നമ്മൾ ഗ്ലാസ് താത്തിട്ട് തിരിച്ച് ഉയർത്തിയാൽ ആ വെള്ളം അതേപോലെ അവിടെ നിൽക്കുകയുള്ളൂ. ഇപ്പം വെള്ളം ഇല്ലാത്തതുകൊണ്ടോ ആ വെള്ളം അതേ ഇരിക്കുകയുള്ളൂ, അത് മാറുന്നില്ല. ഇതിൻ്റെ അകത്തൊരു ബ്രഷിംഗ് സിസ്റ്റം ഇത് ഗ്ലാസ്സുമായിട്ട് ടച്ച് ചെയ്യുന്നില്ല. അതുകൊണ്ട് പറ്റുന്നതിന് നമുക്ക് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഈ ഗ്ലാസ്സിൽ വെള്ളമായി കഴിഞ്ഞാൽ നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മിററിൽ കൂടെയുള്ള വ്യൂ നമുക്ക് വലിയ ബുദ്ധിമുട്ടായിട്ടുണ്ട്. അത് കാണാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ഈ ഓടിക്കുന്ന ആൾക്കാർക്ക്, ഇത് ഓടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് പലർക്കും അനുഭവം ഉണ്ടായിരിക്കും. അതിനൊരു സൊല്യൂഷൻ അവർ കണ്ടുപിടിച്ചിട്ടില്ല. ഞാൻ 2 പ്രാവശ്യം ചെന്നപ്പോഴും പല പ്രാവശ്യം അവർ ചോദിച്ചാൽ അവർ പറയുന്നത് ഗ്ലാസ് ടൈറ്റ് ചെയ്തൊക്കെ ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പൊങ്ങുന്നതിനും താനും ഇതിൻ്റെ അകത്തുള്ള മെഷീനറിക്ക് കംപ്ലൈന്റ് വരുന്നുണ്ട്. അതങ്ങനെ ചെയ്യാൻ സാധിക്കില്ല. അതിങ്ങനെ അവരുടെ ഒരു മിസ്റ്റേക്ക് ആയിട്ട് തന്നെ കാണുന്നു. മൂന്നാമതായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. നമ്മൾ ഏറ്റവും ചിന്തിക്കേണ്ട കാര്യം ഇതിന്റെ മൈലേജ് ആണ്. മൈലേജ് കമ്പനി ഇതിൻ്റെന്ന് മാത്രമല്ല, കാറുകളുടെ എല്ലാ കമ്പനികളും പറയുന്ന മൈലേജുകളൊന്നും തന്നെ നമുക്ക് അത് കിട്ടാറില്ല. കിട്ടുന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ക്രീനിൽ എഴുതി കാണിക്കും, അല്ലെ നമ്മൾ ഓടിക്കുമ്പോൾ ട്രിപ്പ് ഇട്ടിട്ട് ഓടിക്കുവാണെങ്കിൽ അത് സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്, അതേ കാണിക്കും ആവറേജ് മൈലേജ് ഇത്രയുണ്ട്, ഇത്ര കിലോമീറ്ററോടെ ഓടിക്കും. അല്ല, അതൊന്നും ഒരു പക്കയല്ല. മൈലേജ് ഇവർ 23 മൈലേജ് പറയുന്നുണ്ട്. എനിക്ക് കിട്ടുന്നത്, ഞാൻ 2-3 എൻ്റെ സുഹൃത്തുക്കൾ ഓടിക്കുന്ന ആൾക്കാരോടൊക്കെ ചോദിച്ചപ്പോൾ ഒരു 12, 13, 14 കൃത്യം മൈലേജ് കിട്ടത്തുള്ളൂ. ആ മൈലേജ് കിട്ടാൻ എങ്ങനെയാണ് മൈലേജ് കിട്ടുന്നതിനെ പറ്റി നിങ്ങൾക്ക് അറിയാമോ? നിങ്ങൾക്കറിയില്ലെങ്കിൽ ഞാൻ മൈലേജിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറയാം. ആ കൂടെ വീണ്ടും പറയുന്നു, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞുതരാം. ഞാൻ ടെക്നിക്കലി മെക്കാനിക്കൽ സൈഡൊന്നും എനിക്കറിയാവുന്ന ആളല്ല. വാഹന സംബന്ധമായ എൻ്റെ പരിമിതമായ അറിവുകളിലൂടെ ഞാൻ അറിഞ്ഞ അറിവുകളും എനിക്ക് ഗുണകരമാകുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് നഷ്ടമില്ലാത്ത കാര്യങ്ങളും ഈ വീഡിയോയിൽ പറയുകയും ഇതിന് മുമ്പുള്ള 2-3 വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. വാഹനം വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആ വീഡിയോ ഞാൻ പിൻ ചെയ്യേക്കൂടെ. അതുപോലെ തന്നെ വാഹനം വാങ്ങിക്കുമ്പോൾ ലോൺ എടുക്കേണ്ട കാര്യങ്ങൾ, അതൊക്കെ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുകയും ഒരുപാട് പേർക്ക് ഗുണം ചെയ്താണ് എന്ന് പറഞ്ഞ പോലെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഇതിനെ കാണുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഈ വാഹനം വാങ്ങിക്കാൻ നമ്മൾ സാധാരണക്കാരായ ആൾക്കാർ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവരുടെയും ഏറ്റവും വലിയ ആഗ്രഹമാണല്ലോ ഒരു വാഹനം എന്നുള്ളത്. ആ വാഹനം വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ലോണും കാര്യങ്ങളും ആദ്യത്തെ നിൽക്കുമ്പോഴായിരിക്കും ഇത് എങ്ങോട്ടൊക്കെ എടുത്തുകൊണ്ട് പോകണം. അപ്പം നമുക്ക് മൈലേജ് കിട്ടിയില്ലെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടാണ്. നമുക്ക് കമ്പനിയോട് കംപ്ലൈൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. കമ്പനിയോട് നമുക്ക് കംപ്ലൈൻറ്റ് ചെയ്യുമ്പോൾ അവർ ചോദിക്കും എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയും അത് വണ്ടി ഓടിച്ച് മൈലേജ് ഇല്ലെന്ന് പറയുമ്പോൾ അവർ നമ്മൾ ടെസ്റ്റ് ഡ്രൈവറിന് ഒരാളെ കൂടെ ഇരുത്തും. അവരെ ഒരാൾ വന്ന് ഓടിച്ച് കാണിക്കും. അവർ ഓടിക്കുമ്പോൾ വളരെ ഫ്രീ ആയിട്ട് റോഡിൻ്റെ അകത്ത് വളരെ ആക്സിലേറ്റർ കൊടുക്കുന്നതും ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നതൊക്കെ വളരെ സ്മൂത്ത് ആയിട്ട് ചെയ്ത് അവർ മൈലേജ് നമ്മളെ കാണിക്കും. മീറ്ററെ അങ്ങനെ കാണിച്ചുകൊണ്ട് ഒരു കാര്യവുമില്ല. അങ്ങനെ നമുക്ക് വാഹനം ഓടിക്കാൻ സാധിക്കില്ല. നമുക്ക് ടൗണുകളിലും ഗുഡ്സ് വഴികളും നല്ല സ്ട്രേറ്റ് വഴികളും ഒക്കെ ഓടിക്കേണ്ടവരും ഒരുപാട് ആക്സിലേറ്റർ കൊടുത്തില്ല. ഏത് വണ്ടി ഓടിക്കുന്ന ആളാണെങ്കിലും, മാനുവൽ വണ്ടി ഓടിക്കുന്ന ആളും ഓട്ടോമാറ്റിക് വണ്ടി ഓടിക്കുന്ന 2 പേർക്കും 2 ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞറിയാം കൂടെ. മാനുവൽ വണ്ടി ഓടിക്കുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഗിയർ ഡൗൺ ചെയ്ത് സഡൻ ബ്രേക്ക് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഫോർത്തേ കിടക്കുന്ന വണ്ടി സെക്കൻഡിലോട്ട് വലിച്ചിട്ട് വീണ്ടും എഞ്ചിനും പിടുത്തം കൊടുക്കുമ്പോൾ ഒക്കെ എഞ്ചിൻ്റെ ഫ്യൂൽ കൺസപ്ഷൻ കൂടുമെന്നാണ് നിങ്ങൾക്ക് അറിയാം. ഓട്ടോമാറ്റിക് ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം സഡൻ ബ്രേക്ക് ചെയ്യാതിരിക്കുക, സഡൻ ആക്സിലേറ്റർ ചെയ്യാതിരിക്കുക. ഈ 2 കാര്യം മാത്രമേ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഓടിക്കുന്ന വണ്ടിക്ക് ശ്രദ്ധിക്കേണ്ടതുള്ളൂ. നമ്മൾ വളരെ സ്മൂത്ത് ആയിട്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ ആക്സിലേറ്റർ മാത്രമേ, ഇതിന് ബ്രേക്കും ആക്സിലേറ്റർ മാത്രമേ ഉള്ളൂ. ആക്സിലേറ്റർ പതുക്കെ കൊടുക്കുക, അതുപോലെ എടുത്ത് ചവിട്ടുക, ബ്രേക്ക് എടുത്ത് ചവിട്ടുക, അത് വളരെ സ്ലോലി ചവിട്ടി നിർത്താൻ ശ്രമിക്കുക. അങ്ങനെ വരുമ്പം മൈലേജ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഏറ്റവും കൂടുതൽ മൈലേജ് നമുക്ക് ഓടിക്കാൻ പറ്റും. ആ കൂടെ തന്നെ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മൈലേജ് എങ്ങനെ ചെക്ക് ചെയ്യുന്നതാണ് ഇനി പറയാൻ പോകുന്നത്. നിങ്ങളത് ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ മൈലേജ് ചെക്ക് ചെയ്യാണ്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മുടെ ഈ ഹോള് കണ്ടോ, പെട്രോൾ അടിക്കേണ്ട ടാങ്കിന്റെ അകവശത്തെ ഹോള്, ഈ അകത്തെ കാണുന്ന ഈ ഭാഗം കണ്ടോ, ഈ ഭാഗം ഫില്ല് ചെയ്യുന്ന രീതിയിൽ നമ്മൾ വാഹനത്തിൽ നിന്ന് ഇറങ്ങി, നമ്മളിപ്പോൾ വണ്ടിക്കകത്ത് ഇരുന്നുകൊണ്ട് പെട്രോൾ അടിക്കാതിരിക്കുന്ന ഇന്ത്യക്കാരോടോ അവിടെ പമ്പിലെ ജീവനക്കാരോട് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ തന്നെ ഇറങ്ങി വന്ന് ഈ ലെവലിൽ, അതായത് ഒരുപാട് മുകളിലോട്ട് അടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എയർ കയറിയിട്ട് വണ്ടിക്ക് പ്രശ്നം വരും, കൃത്യമായിട്ട് മൈലേജ് കിട്ടാൻ ബുദ്ധിമുട്ട്. ഫുൾ ടാങ്കിൽ തുളുമ്പുന്ന പോലെ അടിക്കരുത്, ആ താഴെ കാണുന്ന പോയിന്റിൽ വരാൻ നിർത്തിക്കുക. അതായത് ഇവർ സ്റ്റിക്ക് അകത്തോട്ട് ഇട്ടിട്ട് അവിടെ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അവർ അത്രയും ആ ഗണ്ണകത്ത് ഇരുന്നിടത്ത് ഓട്ടോമാറ്റിക് ഓഫ് ആയിപ്പോൾ നമ്മൾ നോക്കുക. ഇവിടെ ഈ ലെവലിൽ വരച്ച് നിർത്തുന്ന മൈലേജ് കൃത്യമായിട്ട് അറിയാനാണ്. ഈ ലെവലിൽ നിർത്തിയ ശേഷം നമ്മൾ മീറ്ററിൻ്റെ അകത്ത്, മീറ്റർ കൺസോളിൻ്റെ അകത്ത് ട്രിപ്പ് സെറ്റ് ചെയ്യുക. ട്രിപ്പ് ബി എന്നുള്ള എ എന്നുള്ള സെറ്റിനകത്ത് 0 ആക്കുക. 0 ആക്കിയിട്ട് അവിടെ നിന്ന് നമ്മൾ വണ്ടി ഏതാണ് പമ്പ്, നമ്മൾ അടിക്കുന്ന ഏത് പമ്പാണോ അവിടെ നിന്ന് 20, 30, 40 കിലോമീറ്റർ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓടിയിട്ട് തിരിച്ച് അതേ പമ്പിൽ തന്നെ. അത് ഞാൻ വീണ്ടും പറയുന്നു, ബ്ലോക്കിൽ കൊണ്ട് കിടക്കത്തരുത്. നമ്മൾ പാർക്കിങ്ങിൽ പോയി കിടന്നുകൊണ്ട് മൈലേജ് കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ മൈലേജ് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. നമ്മൾ റൺ ചെയ്യുന്ന രീതിയായിരിക്കണം. ഒരുപാട് ബ്ലോക്കിൽ പോകാത്ത റോഡുകൾ, മൈലേജ് വയ്ക്കുമ്പോൾ ബ്ലോക്കിൽ പോകാത്ത റോഡുകൾ നോക്കുക. അതുപോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് പാർക്കിങ്ങിലിട്ട് കുറച്ച് നേരം സ്റ്റാർട്ടിങ്ങിൽ കിടന്നാലൊക്കെ മൈലേജ് കൃത്യം അറിയാൻ പറ്റത്തില്ല. ഇങ്ങനെ തിരിച്ച് വന്ന് ഈ പമ്പിൽ വന്ന് വീണ്ടും നമ്മൾ ഫില്ല് ചെയ്യുക. അതുപോലെ നമ്മൾ എങ്ങനെയാണോ ഫില്ല് ചെയ്ത് നിർത്തിയത് അങ്ങനെ ചെയ്ത ശേഷം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എത്ര കിലോമീറ്റർ ഓടി ഡിവൈഡഡ് ബൈ എത്ര ലിറ്റർ പെട്രോള് പാകം. 50 കിലോമീറ്റർ ഓടി, 50 കിലോമീറ്ററിനകത്ത് നമ്മൾ 5 ലിറ്റർ അടിച്ച് വായിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് കിട്ടുമല്ലോ. 10 മൈലേജ് ഉള്ളത് നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെയാണ് മൈലേജിനെ കൃത്യമായിട്ട് കാണാൻ പറ്റും. അങ്ങനെ മൈലേജ് കണ്ടിട്ട് കംപ്ലയിൻറ്റ് ചെയ്യേണ്ടതാണെങ്കിൽ കമ്പനി കംപ്ലയിൻറ്റ് ചെയ്യുക. നമ്മളോട് 23, 25 ഒക്കെ മൈലേജ് പറഞ്ഞിട്ട് നമുക്കത് കിട്ടിയില്ലെങ്കിൽ ഈ രീതിയിൽ നമ്മളെ മെഷർമെൻറ്റ് ചെയ്ത് നമ്മൾ അവരെ കൊണ്ടെടുക്കും. നമ്മുടെ ആരാണോ ഈ വണ്ടിയിൽ ഓടിക്കാൻ വരുന്ന കമ്പനിയുടെ ആൾ വരുമോ അവരോടും പറയുക, ഈ രീതിയിൽ എനിക്ക് മൈലേജ് കാണിച്ചു തരണം എന്ന് അവകാശപ്പെടണം. അത് നമുക്ക് അവകാശമാണ്. നമ്മളെ അവർ പറഞ്ഞു പറ്റിക്കാൻ പാടില്ലല്ലോ. കാരണം 23 മൈലേജ് പറയുന്ന വണ്ടിക്ക് ശരാശരി 17 മുകളിൽ മൈലേജ് കിട്ടണം. പല ആൾക്കാർ ഇപ്പോൾ ഇത് പറയാം, എനിക്ക് വണ്ടി 19 കിട്ടുന്നുണ്ട്, 20 കിട്ടുന്നുണ്ട്, ഞാൻ ഓടിക്കുന്ന രീതി ഇങ്ങനെയാണെന്നൊക്കെ പറയാം. അതിങ്ങനെയൊന്നും കിട്ടാൻ ചാൻസ് കുറവാണ്. ഇങ്ങനെ നിങ്ങൾ എത്ര പേര് നോക്കിയിട്ടുണ്ടെന്ന് നോക്കുക. ഫുൾ ടാങ്ക് ഒരു പ്രാവശ്യം പെട്രോൾ അടിക്കുക. ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കുമ്പോൾ തുളുമ്പി പോകാതിരിക്കുക. ഈ പറഞ്ഞ എൻഡ് വരെ നിർത്തുക. എൻഡ് നിർത്തിയിട്ട് ട്രിപ്പിൻ്റെ അകത്ത് ബിന്നോ എന്നോ പല ഓപ്ഷൻ ഉണ്ടാകും. ബിക്കകത്ത് 0 ആക്കി നിർത്തുക. 0 ഡ്രൈവ് ചെയ്യുക. അല്ല നമ്മൾ കിലോമീറ്റർ എത്ര എഴുതി വെച്ചാലും മതി. അതിൽ നല്ല ട്രിപ്പ് ഇട്ട് കൊടുക്കുന്നതാണ്. ട്രിപ്പിൽ പോയിട്ട് തിരിച്ച് അതേ പമ്പിൽ തന്നെ തിരിച്ചു വരിക. വന്ന് വീണ്ടും റീഫിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതേ പമ്പ് എന്ന് പറയാൻ കാര്യം അവരുടെ ഗുണനിലവാരം ഒരുപോലെ ആയിരിക്കും. കാരണം അത് തന്ന അളവിൽ തന്നെ അവർക്ക് വീണ്ടും തരാൻ പറ്റും. മറ്റൊരു പമ്പാണെങ്കിൽ അത് ടെക്നിക്കലി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഈ അളവിൽ നിർന്നിട്ട് അതിനെ ഈ എത്ര കിലോമീറ്ററെ ഡിവൈഡഡ് ബൈ ലിറ്റർ ആയിട്ട് താരതമ്യം ചെയ്താൽ നമുക്ക് തീർച്ചയായും ഇതിനെന്താണ് മൈലേജ് കിട്ടുമെന്നുള്ള അറിയാൻ പറ്റും. അങ്ങനെ മൈലേജ് കണ്ട് വേണം നമ്മൾ ആർഗ്യുമെന്റ് ചെയ്യാൻ. ആ മൈലേജ് വെച്ച് നോക്കുകയാണെങ്കിൽ ഞങ്ങളിപ്പോൾ പല പ്രാവശ്യം നോക്കിയാണ് ഈ വണ്ടിക്ക് 13, 14 കിട്ടുന്നുള്ളൂ. അതൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നുന്നു. 10, 23 പറഞ്ഞ വണ്ടിക്ക് കിട്ടുന്നാത്ത കാര്യം അവർ കമ്പനി പറയുന്നൊരു സൊല്യൂഷനാണ്. നിങ്ങൾക്ക് ഫസ്റ്റ് സർവീസ് ചെയ്യട്ടെ, സെക്കൻഡ് സർവീസ് ചെയ്യട്ടെ, തേർഡ് സർവീസിനാവും. അതിൻ്റെ അകത്ത് എന്താണ് ലോജിക്കുള്ളതെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയത്തില്ല. എന്തായാലും ഫസ്റ്റ് സർവീസ് കഴിഞ്ഞ വണ്ടിയാണിത്. ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ മൈലേജ് ഒന്നും കൂടി വന്നിട്ടില്ല. സെക്കൻഡ് സർവീസിന് ഒന്നും തന്നെ ചെയ്യാണ്ടില്ലെങ്കിൽ പോലും ഇവർ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ രീതിയിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കണമെന്ന് പറയുന്നു. ഞാൻ മുമ്പേ പറഞ്ഞ റെക്കോർഡിംഗ് ക്യാമറ ആണ് ഇരിക്കുന്നത്. റെക്കോർഡിംഗ് ക്യാമറ കൊണ്ടുള്ള ഗുണങ്ങൾ ഒരുപാടാണ്. അത് നിങ്ങൾ ഒരു കാരണവശാലും മരിക്കുക. അതുപോലെ തന്നെയാണ് നമ്മുടെ വൈപ്പർ കഴിവതും നമ്മൾ ചുമ്മാ കിടക്കുന്ന സ്ഥലത്താണെങ്കിൽ, അതായത് നമ്മുടെ വീട്ടിൽ വെയിലത്ത് കിടക്കുന്നെങ്കിൽ ഇതിങ്ങനെ പൊക്കി വെക്കാൻ ശ്രമിക്കുക കേട്ടോ. എന്ന് വിചാരിച്ചാൽ ഗൾഫിൽ കിടക്കുന്ന വണ്ടിക്കാരൊന്നും ഈ ബ്ലേഡ് എന്നും പൊക്കി വെച്ചിട്ടൊന്നും അല്ല അടിക്കുന്നത്. ഇത് പൊക്കി വെക്കാനുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ഈ റബ്ബറിന് കുറച്ചൊരു ലൈഫ് കൂടുതൽ കിട്ടും, അത്രേ ഉള്ളൂ. അല്ലാതെ ഇത് താഴെ ഗ്ലാസ് ആയിരുന്നാലും കണ്ട് ഇത് ഗ്ലാസ് ചൂടായി കിടക്കുമ്പം ഇത് റബ്ബറാണല്ലോ. ഈ റബ്ബർ ഓട്ടോമാറ്റിക്കായിട്ടും ഈ ഗ്ലാസ്സുമായിട്ട് മുട്ടിയിരുന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ലൈഫ് പെട്ടെന്ന് പോവുകയും ഇത് കീറിപ്പോവുകയും നമുക്ക് കുറേ കാലങ്ങൾ ഉപയോഗിക്കാം. അപ്പം നമ്മൾ കഴിവുണ്ടെങ്കിൽ, അതായത് നമ്മൾ പാർക്കിങ്ങിൽ കൊണ്ടുവരുന്ന നമ്മുടെ വീട്ടിൽ പാർക്ക് ചെയ്യുമ്പോൾ വെയിലത്ത് വണ്ടി കിടക്കുന്നെങ്കിൽ ഇത് ഇങ്ങനെ പൊക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗുണം, അതായത് കുറച്ച് ആളോടെ ലൈഫ് കിട്ടും. എന്ന് വിചാരിച്ച് ഒരുപാട് കാലം കിട്ടുന്നതല്ല. ഗൾഫിൽ ഓടുന്ന വണ്ടിയല്ല ഇതിങ്ങനെ പൊക്കി വെച്ചിട്ടൊന്നുമല്ല ഓടുന്നത്. അത് സ്വാഭാവികമായിട്ടും വരുന്നതാണ്. നമുക്ക് കുറച്ച് ആളോടെ ഉപയോഗിക്കണം. നമ്മളെ മലയാളികളായതുകൊണ്ട് നമ്മുടെ കാലാവസ്ഥ മഴക്കാലമായതുകൊണ്ട് ഈ വെയിൽ വരുന്ന ഭാഗങ്ങൾ ഇതിങ്ങനെ പൊക്കി വെക്കുന്നത് നല്ലതായിരിക്കും. അതുകൊണ്ട് വലിയ പ്രത്യേക ദോഷവശങ്ങളില്ല. അതുപോലെ ഈ പറഞ്ഞ ഡെൽറ്റയ്ക്കുള്ള ഗുണം ഞാൻ പറഞ്ഞല്ലോ, ഇത് ഹോൾഡ് ചെയ്ത് അകത്തോട്ടാക്കി വെക്കാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. അത് വളരെ നല്ലൊരു ഫീച്ചേഴ്സായിട്ട് എനിക്ക് തോന്നും. ഈ സെഗ്മെന്റിനകത്ത് ഈ കാറിന് അതുണ്ട്, ആ ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അതൊരു 1 ടച്ചിൻ്റെ അകത്ത് ഇത് നേരെ അകത്താകുന്നു. അതിനുശേഷം വീണ്ടും ജസ്റ്റ് ഒന്ന് നോക്കി ഓപ്പൺ ചെയ്തെന്ന് പറഞ്ഞാൽ ഞെക്കി എടുത്താൽ തിരിച്ചവിടെ വരും. അപ്പോൾ നമ്മൾ പാർക്കിങ്ങിലൊക്കെ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ വളരെ സുന്ദരമായിട്ട് വണ്ടി ഒതുങ്ങി കിടന്നുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ആ മിറർ തട്ടിപ്പോയെന്നോ അങ്ങനെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ വീണ്ടും പറയേണ്ട പിന്നെ ഏറ്റവും കൂടുതൽ പറയേണ്ടത് നമ്മുടെ ഈ 4 ഡോർ പവർ വിൻഡോ ആണ്.
അതിൻ്റെ ആ സ്വിച്ച് നമ്മൾ ഡ്രൈവർ സീറ്റിനോട് ചേർന്ന് തന്നെയുണ്ട്. നാല് ഡോറിനും ഗ്ലാസ് പൊക്കാനും താക്കാനും ഒക്കെയുള്ള ഓപ്ഷൻ ഉണ്ട്. അതൊരു നല്ല കാര്യമായിട്ട് തോന്നി. ബേസ്മെന്റ് സെഗ്മെന്റിനകത്ത് വരുന്ന വണ്ടികൾക്കൊക്കെ അതല്ലോ ഞാൻ എന്താ പറഞ്ഞ പോലെ 4 ലിറ്റർ എല്ലാ വണ്ടിയുടെ ഫ്രണ്ട് വശത്ത് ഓരോ ലിറ്റർ വെള്ളം ബോട്ടിൽ വെക്കാനുള്ള സൗകര്യമുണ്ട്. അത്യാവശ്യം ഇവിടെ സ്പേസ് ഉണ്ട്. അതിൻ്റെ ഈ ബ്ലൂവും ബ്ലാക്കും ചേർന്നിരിക്കുന്ന ഭാഗം നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സീറ്റിന് ഞങ്ങൾ ചെയ്താന്ന് പറഞ്ഞിട്ട് ഇത് പൊക്കണമെങ്കിൽ ഞാൻ പറഞ്ഞു വൈഫിന് വേണ്ടി എടുത്ത വണ്ടിയാണ്. സീറ്റ് ചിലപ്പോൾ പൊക്കണമെങ്കിൽ ഇതിനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് ബുക്ക് ചെയ്യാൻ താക്കാം, പൊക്കാം, ബാക്ക് ഫ്രണ്ടിലോട്ടും ആക്കാം. നല്ല ലെഗ്സ് ബൂട്ട് സ്പേസ് ഉണ്ട്. ബൂട്ട് റൂമൊക്കെ നല്ല സുന്ദരമായിട്ട്, ഹെഡ് റൂമൊക്കെ ആണെങ്കിലും നല്ല സുന്ദരമായിട്ട് ഇഷ്ടംപോലെ ഏരിയ ഉണ്ട് കേട്ടോ. വണ്ടിയെ പറ്റി പറയുമ്പോൾ അതിന് നന്മകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ നെഗറ്റീവ് ഭാഗം പറഞ്ഞിട്ടുണ്ട്. ഈ കൂടെ പറയാനുള്ള കാര്യം, ഇതിൻ്റെ സർവീസ് ചെയ്യാൻ വേണ്ടി ഒരു ബ്രഷ് ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ഗുണകരമാണെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഇത് പരസ്യമൊന്നുമല്ല. ഞാനത് ഉപയോഗിച്ചിട്ട് എനിക്ക് ഗുണകരമായി തോന്നുന്നു. അതിന് ഗുണമോടെ ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഇത് ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചൊരു പ്രൊഡക്റ്റാണ്. അതായത് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് കേട്ടോ. നമ്മുടെ ഒരു ശരിക്കും നല്ലൊരു ഫാബ്രിക്കാണ്. ഇതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടിയിലെ പൊടികളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇതിനകത്ത് പൊടിയും ചെളിയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ തൂത്ത് മാറ്റി കഴിഞ്ഞിട്ട് വേണം നമ്മൾ വണ്ടി എപ്പോഴും കഴുകാൻ. നമ്മൾ നേരെ വെള്ളം ഒഴിച്ച് വണ്ടി കഴുകാൻ ശ്രമിക്കാതിരിക്കുക. വെള്ളം ഒഴിച്ച് കഴുകുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളം ആദ്യമേ ഒഴിച്ച് കഴുകും. അതിനുശേഷം തുണി എടുത്ത് തൂക്കും, മുഴുവൻ സ്ക്രാച്ച് ആകും. നമ്മൾ നമ്മുടെ നഗ്നേത്രം കൊണ്ട് കാണാൻ പറ്റുന്നില്ലെങ്കിലും സ്ക്രാച്ച് ആകാൻ സാധനം. അതേ സ്ഥാനത്ത് ഇങ്ങനെ ഒരു സംഗതി ഉണ്ടെങ്കിൽ ആദ്യമേ നമ്മൾ വണ്ടി കഴുകുന്നതിന് മുമ്പ് ഈ പൊടിയെല്ലാം ഇങ്ങനെ ജസ്റ്റ് തൂത്ത ശേഷമാണ് നമ്മൾ ഇത് വെള്ളം ഒഴിച്ച് വണ്ടി കഴുകുന്നെങ്കിൽ ഒരു കാരണവശാലും സ്ക്രാച്ച് ആകാനുള്ള ചാൻസസ് ഇല്ല. എല്ലാ ഭാഗത്തെയും മുഴുവൻ പൊടിയും പോകും. ഇത് ഓൺലൈനിൽ ഫ്ലിപ്കാർട്ടിൽ ആമസോണിലൊക്കെ ഉണ്ട് കേട്ടോ. 300 രൂപ, 150 രൂപ തൊട്ട് 600, 700 രൂപയുടെ ഉണ്ട്. ഇത് ഗുണകരമായ മെറ്റീരിയൽ. ഡസ്റ്റ് ക്ലീനർ എന്ന് പറയുന്നൊരു സംഗതിയാണ്. ഇത് സൈറ്റിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, ഇഷ്ടംപോലെ സൈറ്റുകൾ അവൈലബിൾ ആണ്. ഇതിൻ്റെ ഗുണമാണ് പറഞ്ഞാൽ ഗ്ലാസ് അതുപോലെ പെയിൻ്റുള്ള ഭാഗങ്ങളിലൊക്കെ തന്നെ ഇത് തൂത്ത് കഴിഞ്ഞിട്ട് നമ്മൾ കഴുകുകയാണെങ്കിൽ അതുപോലെ ഈ മെറ്റീരിയലിന് ഒരു 250 പ്രാവശ്യമെങ്കിലും നമ്മൾ കാറ് ഇതുപോലെ പൊടി തൂത്ത ശേഷം മാത്രം വാഷ് ചെയ്താലും മതി. അപ്പോൾ നല്ല ക്വാളിറ്റി ഉണ്ട്. അത്യാവശ്യം നമുക്ക് സ്ക്രാച്ച് വരാതെ വണ്ടിയെ നോക്കാനുള്ള ഒരു മാർഗം കൊണ്ട ലെവലിൽ ഇത് കൊള്ളാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയിട്ട്, ഇതൊരു പരസ്യമല്ല. ഞാൻ വാങ്ങിച്ച് ഗുണകരമായതുകൊണ്ട് പറഞ്ഞെന്നുള്ളൂ. പല വിലയുടെ ഉണ്ട്. 200, 300 രൂപ തൊട്ട് 700, 800 രൂപ, 900, 1000 രൂപയുടെ റേഞ്ചുള്ള സാധനങ്ങളുണ്ട്. നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ച് വാങ്ങിക്കുക. എന്തായാലും സ്ക്രാച്ച് വരാതിരിക്കാൻ ഒരു കാരണമായിട്ട് ഇതിനെ കാണാം എന്ന് പറയാനുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയെ പറ്റി പറയാനുള്ളത്. നിങ്ങൾ വീണ്ടും പറയുന്നു, ഞാനൊരു ടെക്നിക്കൽ ഭാഗത്ത് ക്വാളിഫൈഡ് ഉള്ള ആളല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. വീണ്ടും നിങ്ങളുടെ സംശയങ്ങൾ മെസ്സേജായിട്ട് ചോദിക്കുക. എൻ്റെ വീഡിയോയ്ക്കവിടെ കൂടെ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് ഗുണകരമായ വീഡിയോകളാണ് ചെയ്യുന്നത്. വാഹന സംബന്ധമായ എൻ്റെ അറിവുകളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. നല്ല വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് ഗുണകരം എന്ന് പറയാൻ കാര്യം എന്ന് വെച്ചാൽ എന്നോട് പലരും പല കാര്യത്തെപ്പറ്റി സംശയം ചോദിക്കുന്നുണ്ട്. എനിക്കറിവുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് ഫോണിൽ വിളിച്ചാലും മെസ്സേജായിട്ട് അയച്ചാലും എൻ്റെ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ വാഹന സംബന്ധമായ വാഹനം എടുക്കേണ്ട ശ്രദ്ധിക്കുന്ന കാര്യത്തെപ്പറ്റി ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇതോടെ പിൻ ചെയ്യുന്നതായിരിക്കും. അതുപോലെ വാഹന സംബന്ധമായ ലോൺ എടുക്കേണ്ട കാര്യത്തെപ്പറ്റി ഞാൻ ചെയ്തിട്ടുണ്ട്. ലോൺ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, ആ ലോൺ ഏത് രീതിയിൽ എടുക്കണം എന്നൊക്കെയുള്ള കാര്യം എൻ്റെ യൂട്യൂബ് ചാനലായ സുനിൽ മോൻ ലവ് ട്രാവലിൻ്റെ അകത്ത് കിടപ്പുണ്ട്. നിങ്ങൾ ആ വീഡിയോ കണ്ടു നോക്കുക. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങൾക്ക് അതുപോലെ എത്ര പേർക്ക് അറിയാം ഈ മിററിനെ പറ്റി? നമ്മൾ ബാക്ക് റോഡ് കാണാറുണ്ട്. ഈ മിററിന് സ്വിച്ചിങ്, പുതിയ സിസ്റ്റത്തിൽ സ്വിച്ചിങ് ഉണ്ട്. സ്വിച്ചിങ് ഇല്ലാത്ത മിററിനും ഒരു ഫീച്ചർ ഉണ്ട്. ഈ താഴെ വശത്ത് ഒരു ബട്ടൺ ഉണ്ട്. ഈ ബട്ടൺ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നൈറ്റിൽ ഡ്രൈവ് ചെയ്യുമ്പം പുറകിൽ നിന്ന് വരുന്ന വണ്ടിയുടെ ഡിമ്മോ ബ്രൈറ്റോ നമ്മുടെ കണ്ണിനെ അരോചകത്വപ്പെടുത്തി വരുത്തില്ല. വളരെ സുന്ദരമായിട്ട് പുറകിലുള്ള വാഹനങ്ങൾ കാണാൻ സാധിക്കും. അത് തിരിച്ചിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നോർമലി ഉള്ള മിററായിട്ട് തന്നെ നിൽക്കും. നമുക്ക് ആ വെട്ടം അതുപോലെ നമുക്ക് ഫീൽ ചെയ്യും. അത് എല്ലാ വണ്ടിക്കും ഉണ്ട് കേട്ടോ. അത് വളരെ സിമ്പിൾ ആണെങ്കിലും നിങ്ങൾക്ക് അറിയുന്നവർ ഒരുപാട് പേര് കാണുമായിരിക്കും. എന്നാലും ഒരു പുതിയ അറിവായിട്ട് ഞാൻ പറയുന്നു. അറിയത്തില്ലാത്തവർക്ക് വേണ്ടി കേട്ടോ. ഈ അറിവ് ഒരു കാര്യമായിട്ട് കൂട്ടണ്ട. എന്നാലും പലർക്കും അറിയാൻ ചാൻസ് കുറവായിരിക്കും. ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നൈറ്റിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ പുറകിൽ നിന്ന് വരുന്ന ഗ്ലേഡ് നമുക്ക് കണ്ണിൽ കിട്ടാതെ സുന്ദരമായിട്ട് വാഹനം ഓടിക്കാൻ പറ്റും. ഓക്കെ, ഈ കൂടെ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ സീറ്റായ്ക്കും ഡെൽറ്റായ്ക്കും ആൽഫായ്ക്കും നമ്മൾ വ്യത്യാസം. ഞാൻ ഡെൽറ്റയ്ക്ക് ഈ ഓട്ടോമാറ്റിക് വേരിയൻ്റ് അകത്ത് വരുന്നതിനകത്ത് 2 എയർ ബാഗ് മാത്രമേ ഉള്ളൂ. എന്നാൽ സീറ്റായ്ക്കും ആൽഫായ്ക്കും 6 എയർ ബാഗ് ഉണ്ട്. അത് സുരക്ഷയെ സംബന്ധിക്കുമ്പോൾ തന്നെ വലിയ വ്യത്യാസമില്ല. ഞാൻ ഈ വാഹനം എടുത്തതിനകത്ത് കുറ്റബോധം കൊണ്ട് പറയുന്നതല്ല. നിങ്ങൾ വാഹനം വാങ്ങിക്കുന്നെങ്കിൽ ബൊലേനോയുടെ സീറ്റ തന്നെയോ അല്ലെങ്കിൽ ആൽഫ തന്നെ വാങ്ങിക്കാൻ ശ്രമിക്കുക. അതിൻ്റെ സുരക്ഷയുടെ കാര്യത്തിൽ ഒരുപാട് ഫീച്ചേഴ്സിനകത്ത് അത് ഇൻബിൽട്ട് ആണ്. നമുക്ക് ഒരുപാട് കാശ് മുടക്കില്ല. ഇതിന് നമ്മൾ എക്സ്ട്രാ എല്ലാം ചെയ്യണം. എക്സ്ട്രാ ചെയ്താലും എയർ ബാഗ് ഒന്നും എക്സ്ട്രാ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ആ ഒരു കാര്യം ഓർക്കുക. ഞാൻ ഡെൽറ്റ വാങ്ങിച്ചത് മോശം എന്നല്ല പറഞ്ഞു. എനിക്കതിൻ്റെ ആ ആവശ്യകതയെ ഈ വാഹനം ഓടുന്നുള്ളൂ. അങ്ങനെ യാത്രകളും ഒരുപാട് ദൂരങ്ങളും യാത്ര ചെയ്യുന്നവരും സുരക്ഷയെ കൂടുതൽ കരുതുന്നവരാണെങ്കിൽ ഇതിന് മുകളിലുള്ള 2 വേരിയന്റും വാങ്ങിക്കാൻ ശ്രമിക്കുക.
അപ്പം ഈ വാഹനത്തെ പറ്റി ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയിരിക്കും, അതുകൂടെ നിങ്ങൾ കേൾക്കേണ്ടതാണ്. ഇതിൻ്റെ ഏറ്റവും മെയിൻ ഭാഗമാണ് പറയാനുള്ളത് ഈ ഡെൽറ്റ വേർഷൻ്റെ അവിടെ. അപ്പോൾ സീറ്റയ്ക്ക് ആ പ്രശ്നമില്ല കേട്ടോ. ഈ ഡെൽറ്റയ്ക്ക് ഒന്നും പ്രശ്നം, ഇതിൻ്റെ ലൈറ്റ് ഈ പ്രൊജക്ടഡ് ലൈറ്റാണ്. ഇതിൻ്റെ വെട്ടം തീരെ കുറവാണ്. ഇതിൻ്റെ ലൈറ്റും ഫോഗ്ലാം അതിൻ്റെ പവർ തീരെ മോശമാണ്. നൈറ്റ് ഡ്രൈവ് വളരെ ബുദ്ധിമുട്ടാണ്. ആ കൂടെ ഇതിന് ഫോഗ്ലാമ്പ് ഉണ്ടായിരുന്നതല്ല. ഫോഗ് ലാമ്പ് നമ്മൾ എക്സ്ട്രാ ചെയ്താണ്. ഫോഗ് ലാമ്പ് കമ്പനിയും തിരിച്ചു, അതൊരു മണ്ടൻ ഐഡിയ ആയി പോയി. കാരണം ഫോഗ് ലാമ്പിന് നല്ല പൈസയായി. അത് പുറത്തുനിന്ന് ഫോഗ് ലാമ്പ് ചെയ്തിരുന്നെങ്കിൽ പ്ലഗ് ആൻഡ് പേ ആയിട്ട് ചെയ്ത് എവിടെയും ചെയ്യണം, വാറണ്ടി ഒന്നും ബാധിക്കത്തില്ല. നമ്മൾ വയർ കട്ട് ചെയ്യാതെ ഏത് വണ്ടിക്കും ഏത് സാധനം ആക്സറൈസ് വയർ കട്ട് ചെയ്യുന്ന രക്ഷ വന്നാൽ ഇലക്ട്രിക്കലായിട്ട് ഏതെങ്കിലും സാധനം വയർ മുറിച്ചിട്ട് ആ മുറിക്കുന്ന സാധനത്ത് ജോയിൻറ്റ് ചെയ്താൽ മാത്രമേ വാറണ്ടിയെ ബാധിക്കുള്ളൂ. അത് പ്ലഗിങ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഒരു ചെയ്യാൻ പറ്റുന്ന ഷോപ്പുകളുണ്ടെങ്കിൽ അവിടെ കൊണ്ട് ചെയ്ത് കാണണമെങ്കിൽ നല്ലതാണ്. അതുപോലെ തന്നെ ബൾബിന് മാറേണ്ടിയിരിക്കുന്നു, ബൾബ് വെട്ടക്കുറവുണ്ട്. ഞാൻ ഫോഗ് ലാമ്പ് വിളിച്ചപ്പോഴും ഫോഗ് ലാമ്പ് ആണെങ്കിൽ ഈ ബൾബ് മാറിയില്ലെങ്കിൽ പോലും ഫോഗ് ലാമ്പ് തന്നെ നല്ല പവറുള്ള ഒരു ഫോഗ് ലാമ്പ് വാങ്ങിച്ചു വെച്ചാൽ മതി. അത് എക്സ്ട്രാ ചെയ്താണ്. അങ്ങനെ ഒരു നെഗറ്റീവ് ഒന്നും നിങ്ങൾ വാഹനം വാങ്ങിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ തൊട്ട് മുകളിലുള്ള വേഷൻ നോക്കുക. ആൽഫ അല്ലെങ്കിൽ സീറ്റ വാങ്ങിക്കാൻ നോക്കുക. ഡെൽറ്റയ്ക്ക് ഈ പ്രോബ്ലം ഉണ്ട്, വെട്ടം നമുക്ക് ആവശ്യമാണ് നൈറ്റ് ലൈഫിൽ. ഇപ്പം ഞങ്ങൾ രാത്രികളിൽ കാര്യമായിട്ട് ഈ ചെറിയ വണ്ടി ഓടിക്കുന്നില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ വാങ്ങിക്കുന്ന ആൾക്കാരെല്ലാം ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ.